Welcome, dear my students, to Chemia channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അതായത് ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ കെമിസ്ട്രി പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ അധ്യായമായ ഹാലോ ആൽക്കൈൻസ് ഹാലോ അറീൻസ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്. ഇനി നമ്മൾ ആ അധ്യായത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പഠിച്ചു തുടങ്ങാൻ പോകും. ഇനി നമ്മൾ പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻസ്. ഹാലോ ആൽക്കൈനുകളുടെ വർഗീകരണമാണ് നാം ഇനി പഠിക്കേണ്ടത്. ഹാലോ ആൽക്കൈനുകളെ നമുക്ക് പലതായി കാറ്റഗറൈസ് ചെയ്യാം. ഹാലോ ആൽക്കൈൻ എന്ന് പറയുന്നൊരു ഫാമിലിയാണ്. ആ ഫാമിലിയിൽ ധാരാളം മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സിന്റെ ഒക്കെ പ്രത്യേകതകൾ വെച്ചാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതിൽ ആദ്യത്തെ വിഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഹാലജൻ ആറ്റം ഏത് തരത്തിലുള്ള കാർബൺ ആറ്റത്തിലാണോ ബന്ധിച്ചിരിക്കുന്നത്. കാർബൺ ആറ്റങ്ങൾ ഒരു ശൃംഖലയിൽ, ചെയിനിൽ, അതിന്റെ സ്ഥാനമനുസരിച്ച് നാം അതിനെ 4ആയി തരംതിരിച്ചു പഠിച്ചു. ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം. പ്രൈമറി കാർബൺ, സെക്കൻഡറി കാർബൺ, ടെർഷ്യറി കാർബൺ, ക്വാട്ടർണറി കാർബൺ. എന്താണ് ഈ പ്രൈമറി കാർബൺ എന്ന് പറഞ്ഞാൽ? ഒരു കാർബൺ ചെയിൻ എടുക്കുമ്പോൾ കാർബൺ 1ാമത്, തൊട്ടടുത്ത കാർബൺ 2, 3, 4 എന്നിങ്ങനെ പോകും. ഇതിൽ ആദ്യം പറഞ്ഞ കാർബൺ, ആദ്യത്തെ കാർബൺ തൊട്ടടുത്തുള്ള ഒരു കാർബണുമായിട്ടാണ് അറ്റാച്ച്മെന്റ്സ്. അപ്പോൾ ആ ആദ്യ കാർബണിന് ഒരേ ഒരു കാർബണുമായിട്ടേ ഉള്ളൂ ബന്ധം. അതിനാൽ ആദ്യത്തെ കാർബണിനെ 1ാം കാർബൺ, പ്രൈമറി കാർബൺ എന്ന് പേര് കൊടുക്കാം. എന്നാൽ 2ാമത്തെ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇടവും വലവുമുള്ള മറ്റ് 2 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ്. അതിനാൽ മിഡിൽ കാർബൺ ആറ്റത്തെ നാം സെക്കൻഡറി എന്ന് വിശേഷിപ്പിക്കും. ഇങ്ങനെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ കാർബണിനെ 4ആയി തരംതിരിച്ചു പഠിച്ചിട്ടുണ്ട്. കാർബൺ 1ന് ഒരു കാർബണുമായിട്ടാണ് അറ്റാച്ച്മെന്റ് എങ്കിൽ പ്രൈമറി, കാർബണിന് 2 കാർബൺ ആറ്റങ്ങളുമായിട്ടാണെങ്കിൽ സെക്കൻഡറി, 3 കാർബൺ ആറ്റങ്ങളുമായിട്ടാണെങ്കിൽ ടെർഷ്യറി, 4 കാർബൺ ആറ്റങ്ങളുമായിട്ടാണെങ്കിൽ ക്വാട്ടർണറി എന്നിങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ഇത്തരം കാർബൺ ആറ്റങ്ങളിൽ ആരെ ബന്ധിക്കാം? ഹാലോജൻ ആറ്റത്തെ ബന്ധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് depending upon the attachment of halogen atom to the various carbon atoms. പല തരത്തിലുള്ള കാർബൺ ആറ്റത്തിലേക്ക് ഹാലജൻ ആറ്റങ്ങൾ ബന്ധിച്ച് കിട്ടുന്ന തരത്തിലുള്ള വിഭാഗങ്ങളാണ്. അതിൽ നമുക്ക് ആദ്യം നോക്കാം CH3Cl. ഇതിലെ ഹാലജൻ ആറ്റം ആരെന്ന് ചോദിച്ചാൽ ക്ലോറിൻ. ക്ലോറിൻ ബന്ധിച്ചിട്ടുള്ള ഈ കാർബണിന്റെ പ്രത്യേകത, ഈ കാർബൺ അടങ്ങിയ ഈ വിഭാഗത്തിന്റെ പേരാണ് മീഥൈൻ. CH4 മീഥൈൻ. മീഥൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറച്ചാൽ മീഥൈൽ, METHYL, മീഥൈൽ എന്ന റാഡിക്കലായിട്ട് മാറും. അപ്പൊ ഇത്തരം CH3 ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ CH3 ഒരേ ഒരു കാർബണേ ഉള്ളൂ. ഈ കാർബൺ പ്രൈമറി ആകുന്നു. പ്രൈമറി കാർബണിന് 2 അർത്ഥമുണ്ട്. ഒന്നുകിൽ ഒരു കാർബൺ ആറ്റം ഒരേ ഒരു കാർബൺ ആറ്റവുമായോ അല്ലെങ്കിൽ മറ്റൊരു കാർബൺ ആറ്റവുമായി ബന്ധമില്ലാത്ത അവസ്ഥയോ. 2 അർത്ഥമുണ്ട്. either one carbon attached to any other one carbon or none carbon. ഒന്നുകിൽ ഒരു കാർബൺ അല്ലെങ്കിൽ ഒരു കാർബൺ ആറ്റവുമായി പോലും ബന്ധമില്ലാത്ത തരം കാർബൺ ആറ്റങ്ങളാണ് പ്രൈമറി. പ്രൈമറിക്ക് നമ്മൾ എഴുതുന്നതിന് പകരം റെപ്രസെന്റേഷൻ കൊടുക്കാം ഫസ്റ്റ് ഡിഗ്രി. അപ്പൊ ഈ കാർബൺ എന്താകുന്നു? പ്രൈമറി ആകുന്നു. പ്രൈമറി കാർബൺ ആറ്റത്തിൽ ഹാലജൻ ബന്ധിച്ചിരിക്കുന്നു. പ്രൈമറി ഹാലോ ആൽക്കൈൻ. ഇതിന്റെ കോമൺ നെയിം CH3 എന്നതിനെ മീഥൈൽ എന്ന് പറയും. മീഥൈൽ ഗ്രൂപ്പിൽ ക്ലോറിൻ വന്നതിനാൽ മീഥൈൽ ക്ലോറൈഡ് പേരെന്ന് പറഞ്ഞു, മീഥൈൽ ക്ലോറൈഡ്.
അപ്പോൾ CS3 എന്നത് മീഥൈൽ, Cl എന്നത് ക്ലോറിൻ വിഭാഗം. അത് നമ്മൾ കോമ്പൗണ്ടിൽ കോമൺ നെയിം സിസ്റ്റത്തിൽ പറയുമ്പോൾ ക്ലോറൈഡ് എന്നായി തീരും. Hence the name of the compound is methyl chloride. പൊതുവെ ഹാലോ ആൽക്കൈനുകളെ കോമൺ നെയിം സിസ്റ്റം അനുസരിച്ച് ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് പറയുന്നത്. എന്നാൽ IUPACയിൽ ഹാലോ ആൽക്കൈൻ എന്നും കോമൺ നെയിം സിസ്റ്റത്തിൽ ആൽക്ക് വൈൽ ആൽക്കൈൽ ഹാലൈഡ് എന്നും പറയും. അപ്പൊ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ മീഥൈലാകുന്നു. അതിൽ ക്ലോറിൻ ബന്ധിച്ചിരിക്കുന്നതിനാൽ മീഥൈൽ ക്ലോറൈഡ് എന്ന് പറയും. അപ്പോൾ ഇത്തരം ഹാലോ ആൽക്കൈനുകൾക്ക് നമുക്കൊരു കോമൺ നെയിം അല്ലെങ്കിൽ ഒരു ജനറൽ എക്സ്പ്രഷൻ ടേം നമുക്കൊന്ന് ആവിഷ്കരിക്കാം. CnH2n+2 എന്നത് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആൽക്കൈന്റെ ജനറൽ ഫോം ആണ്. പക്ഷെ ഇവിടെ ആൽക്കൈൻ അല്ല, പിന്നെന്താണ്? ആൽക്ക് വൈൽ ആൽക്കൈലാണ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ കുറഞ്ഞു എന്നർത്ഥം. അപ്പൊ 2n+2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇവിടെ ഇല്ല, അതിൽ നിന്നൊരു ഹൈഡ്രജൻ കുറഞ്ഞു. അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാൻ കഴിയില്ല, മറിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? CnH2n+1 എന്ന് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഒരു ഹൈഫൺ കൊടുക്കുന്നു, കാരണം ഈ ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യുവാൻ. അതിൽ ഹാലജൻ എന്നുള്ളതിന് ജനറൽ ആയിട്ട് നമ്മൾ X എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ജനറൽ ഫോർമുല പ്രൈമറി ഹാലോ ആൽക്കൈനുകൾക്ക് CnH2n+1 X എന്നുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. CS3 CH2Br ഈഥൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞൂടെ? കാരണം എന്താ? CH3 ഇവിടെ CH3 ആയിരുന്നെങ്കിൽ അതൊരു കോമ്പൗണ്ടായി ആൽക്കൈനായി പേര് ഈഥൈൻ എന്നാണ്. പക്ഷെ ഇവിടെ CH3 ഇല്ല. അതിൽ നിന്നൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത ശേഷമേ ആരെ ബന്ധിക്കാൻ പറ്റൂ? ബ്രോമിനെ ബന്ധിക്കാൻ പറ്റൂ. കാരണം എന്താ? കാർബണ് 4 വാലൻസിയേ ഉള്ളൂ. അതിൽ 2 എണ്ണം ഹൈഡ്രജൻ എടുത്തു, ഒന്ന് ഈ വന്ന ഗ്രൂപ്പായ ബ്രോമിൻ എടുത്തു, മറ്റൊന്ന് തൊട്ട് ഇപ്പുറത്തുള്ള ഒരു കാർബൺ ആറ്റവും എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 വാലൻസി ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 3 ഹൈഡ്രജൻ നിർത്തിയാൽ പറ്റുകയില്ല. കാരണം 3 ഹൈഡ്രജനും ഇവർ 2 പേരും കൂടെ ആകുമ്പോൾ എത്രയാകും വാലൻസി? 5 ആയി തീരും. ആയതിനാൽ ഹൈഡ്രജൻ ഒന്നിനെ മാറ്റുന്നു, പകരം ബ്രോമിൻ അറ്റാച്ച് ചെയ്യുന്നു. One of the hydrogen atom is replaced by a halogen atom. ഇനി നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, CS3 CH2Br. CS3 എന്നതിന്റെ പേര് ഈഥൈൻ, ETHAN. അതിൽ നിന്നും ഒരു ഹൈഡ്രജൻ നീക്കം ചെയ്തു. അപ്പോൾ ഈഥൈൻ എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ മീഥൈൻ എന്നതിൽ മീഥൈൽ. അപ്പോൾ ഇവിടെ ഈഥൈൻ എന്നതിൽ നിന്ന് പേരെങ്ങനെ മാറും? ഈഥൈൽ എന്നായി മാറുന്നു. Therefore the name of the compound is ethyl bromide എന്ന് കൊടുക്കുക. അതായത് ആൽക്കൈൽ ഹാലൈഡ്. ഈ കോമ്പൗണ്ടിന്റെ കോമൺ നെയിം ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് 2 പേരുകളുണ്ട്. ഒന്ന് കോമൺ നെയിം സിസ്റ്റം, ട്രിവിയൽ നെയിം സിസ്റ്റം. മറ്റൊന്ന് IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പൊ IUPAC അഥവാ IUPAC സിസ്റ്റം അനുസരിച്ച് നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുക്കുമ്പോൾ ഹൈഡ്രോ കാർബൺ അഥവാ ആൽക്കൈനിൽ വന്ന ഗ്രൂപ്പുകളാണ് ഈ ക്ലോറിൻ, ബ്രോമിൻ, ഇൻകമിംഗ് ഗ്രൂപ്പ്. അവയൊക്കെ അതിഥികളാണ്. ഇങ്ങനെ അതിഥികളായി വരുന്ന ഗ്രൂപ്പുകൾ, നമ്മൾ വീട്ടിൽ അതിഥികൾക്ക് വന്നാൽ പ്രാധാന്യം കൊടുക്കാറില്ലേ? അതിഥികൾക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നതുപോലെ ഈ നെയിമിംഗ് സിസ്റ്റത്തിൽ അതിഥികളായ ഹാലജനുകളെ നമ്മൾ ആദ്യം അഭിസംബോധന ചെയ്ത് പറയണം, അതും ബഹുമാനത്തോടെ. ക്ലോറോ, ഇവിടെയാണെങ്കിൽ ക്ലോറൈഡ്. അപ്പൊ നമുക്ക് ഇത് എഴുതാം, ക്ലോറോ. ക്ലോറിൻ ബന്ധിച്ച കാർബണാറ്റത്തിൽ, അതായത് ആ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ആ റാഡിക്കലിൽ ആ ഭാഗത്ത് എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കണം. ഒരു കാർബൺ.
ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ നാം അതിന് മെത്ത് എന്ന് പറയും. എന്ത് പറയും? മെത്ത് എന്ന് പറയും. ക്ലോറോ മെത്ത്. അതായത് റൂട്ട് വേർഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി സഫിക്സ് എന്നൊരു ടേം ചേർക്കും. നിങ്ങൾക്കറിയാം, സിംഗിൾ ബോണ്ട് വരികയാണെങ്കിൽ ANE എന്നും, ഡബിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ ENE എന്നും, ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ YNE എന്നുമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളൂ. കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ ആറ്റം സിംഗിളി ബോണ്ടഡ്, പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ക്ലോറിനുമായിട്ടാണല്ലോ ബന്ധിച്ചിരിക്കുന്നത്. ഇക്കാരണത്താൽ മെത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ANE ക്ലോറോ മീഥൈൻ എന്നായിത്തീർന്നു, ഹാലോ ആൽക്കൈൻ എന്നായിത്തീർന്നു. ഇനി ക്ലോറിന്റെ എണ്ണം അനുസരിച്ച് വേണമെങ്കിൽ എത്ര ക്ലോറിൻ ഉണ്ട് എന്നൊരു ചോദ്യം വരാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരേ ഒരു ക്ലോറിനെ ഉള്ളൂ എന്ന് കാണിക്കുവാൻ ഒന്നിന് നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്നത് എന്താണ്? മോണോ എന്ന് പറയും. രണ്ടിനോ ഡൈ എന്ന് പറയും. മൂന്നിനോ ട്രൈ എന്ന് പറയാം. അപ്പോൾ നാലിനോ ടെട്ര എന്ന് പറയാം. അപ്പോൾ മോണോ ക്ലോറോ മീഥൈൻ എന്നാകുന്നു അതിന്റെ IUPAC നെയിം. രണ്ടാമത്തെ കോമ്പൗണ്ട് ഈഥൈൽ ബ്രോമൈഡ് എന്നാകുന്നു. ഈഥൈൽ ബ്രോമൈഡ് എന്നത് കോമൺ നെയിം സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ ഉപയോഗിച്ച അതേ നിയമം തന്നെ പറയാം. ഇൻകമിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന, അതിഥിയായിട്ട് വരുന്ന ഗ്രൂപ്പ് ഏത്? ബ്രോമിൻ. ബ്രോമിനെ നമ്മൾ എങ്ങനെയാ ബഹുമാനപൂർവ്വം വിളിക്കേണ്ടത്? ബ്രോമോ. അപ്പോൾ ബ്രോമോ എന്ന് കൊടുത്തു. 2 കാർബൺ ആറ്റങ്ങൾ അറ്റാച്ച് ചെയ്താൽ നാം അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയും, എത്ത് എന്ന് പറയും. എത്ത് കഴിഞ്ഞിട്ട് ആ കാർബൺ ആറ്റങ്ങൾക്കിടയിലെ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നാം കൊടുക്കുന്ന സഫിക്സ് ആൽക്കൈന്റെ ANE ആകുന്നു. എത്ര ബ്രോമിൻ ആറ്റം ഉണ്ട് എന്ന് ചോദിക്കാതിരിക്കാൻ നമുക്ക് അതൊന്ന് പറഞ്ഞേക്കാം. only 1. അപ്പോൾ നമ്മൾ ഏത് ടൈമാണ് കൊടുക്കുന്നത്? മോണോ ബ്രോമോ ഈഥൈൻ. അപ്പോൾ മോണോ ബ്രോമോ ഈഥൈൻ ആകുന്നു അതിന്റെ IUPAC. ഇവയെല്ലാം പ്രൈമറി ഹാലോ ആൽക്കൈൻ എന്ന വിഭാഗത്തിൽ പെടുന്നു. ഏത് വിഭാഗത്തിലാണ് വരുന്നത്? പ്രൈമറിയിൽ വരുന്നു. എന്താ കാര്യം? ഹാലജൻ ആറ്റങ്ങൾ ബന്ധിച്ചിരിക്കുന്നത് പ്രൈമറി കാർബൺ ആറ്റത്തിൽ. ഇവിടെ ക്ലോറിൻ പ്രൈമറിയിൽ, ബ്രോമിൻ ഇത് പ്രൈമറി ആകുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ കാർബൺ ആറ്റം തൊട്ടടുത്തുള്ള ഈ കാർബൺ ആറ്റവുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ C ഇതിലൊരു ബ്രോമിൻ ബന്ധിച്ചു. ബാക്കി 2 ഹൈഡ്രജനും അടുത്ത 2 വാലൻസുകളിൽ മുകളിലും താഴെയും, മറ്റു 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്ത കാർബൺ ആറ്റത്തിൽ. ഈ രീതിയിലാണ് നമുക്ക് ചിത്രീകരിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ കാർബൺ ഇതുമായിട്ടല്ലേ ഉള്ളൂ അറ്റാച്ച്മെന്റ്. ഒരു കാർബൺ ആറ്റത്തിന് തൊട്ടടുത്ത ഒരേ ഒരു കാർബൺ ആറ്റവുമായി ബന്ധമുള്ളുവെങ്കിൽ അവ പ്രൈമറി ആകുന്നു. അപ്പോൾ ഈ കാർബൺ എന്ത് തന്നെയാണ്? അതുമായിട്ടല്ലേ ഉള്ളൂ ബന്ധം. പ്രൈമറി ഈച്ച് അതർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെ ഈ കാർബൺ ആറ്റങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ട് ഏത് പൊസിഷനിൽ നിൽക്കുന്നു? പ്രൈമറി കാർബൺ ആറ്റമായി നിൽക്കുന്നു. പ്രൈമറി കാർബൺ ആറ്റത്തിലാണ് ഹാലജൻ ആറ്റങ്ങൾ ബന്ധിക്കുന്നതെങ്കിൽ നാം അതിനെ പ്രൈമറി ഹാലോ ആൽക്കൈൻ എന്ന് പറയും. ഇത്തരം കോമ്പൗണ്ടുകളുടെ ജനറൽ ഫോർമുല എന്തെന്ന് ചോദിച്ചാൽ CnH2n+1x എന്ന് കൊടുക്കാം. ഇവിടെ 2 എന്ന് എഴുതിയിരുന്നുവെങ്കിൽ അത് ആൽക്കൈൻ ആയി പോയേനെ. ആൽക്കൈനുകളിലല്ല ഹാലജൻ ബന്ധിക്കേണ്ടത്, മറിച്ച് ആൽക്കൈനിൽ നിന്നൊരു ഹൈഡ്രജൻ നീക്കം ചെയ്ത ശേഷമാണ് അതിൽ ഹാലജൻ ബന്ധിക്കുന്നത്. അപ്പോൾ 2n+2 വേണ്ടി വരില്ല. ആ 2വിൽ നിന്നൊരു ഹൈഡ്രജൻ കുറച്ചു. അപ്പോൾ കോമൺ എക്സ്പ്രഷൻ, ജനറൽ എക്സ്പ്രഷൻ എന്തായിരുന്നു? CnH2n+1x. മറ്റൊരു ഹാലോ ആൽക്കൈനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രൈമറി ഹാലോ ആൽക്കൈനെ CS3 CH3 സിംഗിൾ ബോണ്ട് CH ഒരു അയഡിനെ ബന്ധിച്ചു. കാരണം ഹാലജൻ ആറ്റങ്ങൾ പ്രധാനമായും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്നിങ്ങനെ പോകും.
അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ കോമൺ നെയിമും IUPAC നെയിമും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എത്ര കാർബൺ ആറ്റങ്ങളാണുള്ളത്? 1, 2, 3. നമുക്കിതിനെ പ്രൈമറി വിഭാഗത്തിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിച്ച ശേഷം അടുത്ത വിഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ CS3, CS2 ഇതിൽ ഞാൻ ഐഡിൻ പഠിച്ചു. ഈ കാർബൺ ആരാണ്? പ്രൈമറി. എന്തുകൊണ്ട് പ്രൈമറി? തൊട്ടടുത്തൊരു കാർബണാറ്റുമായിട്ട് ബന്ധമുള്ളൂ. നെക്സ്റ്റ് കാർബൺ അഡ്ജസന്റ് കാർബണുമായിട്ടാണ്. പക്ഷെ രണ്ടാമത്തെ കാർബൺ സെക്കൻഡറി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്തുകൊണ്ട്? ഇടവും വലവും രണ്ട് കാർബണാറ്റങ്ങളുമായിട്ടാണ് മിഡിൽ കാർബണാറ്റം അറ്റാച്ച് ചെയ്തത്. സപ്പോസ് ഐ ആം സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓൺ മൈ either side to other person. ഞങ്ങൾ ഇതിനെ പരസ്പരം കൈകൾ കൊണ്ട് ചേർത്തിരിക്കുക. അപ്പോൾ ഞാൻ ആരാകും? സെക്കൻഡറി ആകും. മറ്റു രണ്ടുപേരും പ്രൈമറി ആകും. ഇതുപോലെ അവർ അതിനപ്പുറമുള്ള മറ്റ് രണ്ട് വ്യക്തികളുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അവരെന്തായി തീരും? സെക്കൻഡറി ആയി തീരും. അപ്പോൾ ആദ്യ കാർബൺ പ്രൈമറി, അടുത്തത് മിഡിൽ പൊസിഷനാണ്, ലെഫ്റ്റ് റൈറ്റ് പൊസിഷനിൽ മറ്റു രണ്ട് കാർബൺ ആറ്റങ്ങളുണ്ട്. സോ ഇറ്റ് ബിക്കംസ് സെക്കൻഡറി. ഈ കാർബൺ ആറ്റം എന്തായിരിക്കും? പ്രൈമറി. കാരണം അങ്ങോട്ട് കാർബൺ ഇല്ല. കോമ്പൗണ്ട് 3 കാർബൺ കൊണ്ട് തീർന്നിരിക്കുക. അങ്ങോട്ട് കാർബൺ ആറ്റം ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് ഇനി ഇതുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അതുകൊണ്ട് അത് എന്താണ്? പ്രൈമറി. അപ്പോൾ 2 പ്രൈമറി കാർബൺ ആറ്റവും 1 സെക്കൻഡറി കാർബൺ ആറ്റവുമാണ് ഇതിലുള്ളത്. ഇങ്ങനെയുള്ളതിൽ അയോഡിൻ എന്ന ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രൈമറിയിലല്ലേ? അപ്പോൾ ഇത് ഏത് വിഭാഗത്തിൽ വരും? പ്രൈമറി ഹാലോ ആൽക്കൈൻ വിഭാഗത്തിൽ വരുന്നു. ഇതിന്റെ കോമൺ നെയിം നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ചെയിൻ, ആ സ്ട്രെയിറ്റ് ചെയിനിൽ പ്രൈമറി സെക്കൻഡറി കാർബണാറ്റങ്ങൾ നിരന്നു നിൽക്കുകയും താഴോ അല്ലെങ്കിൽ ഇവിടെയോ മുകളിലോ, താഴെയോ മുകളിലോ മറ്റ് കാർബണാറ്റങ്ങളൊന്നും വരുന്നില്ല. സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൈമറി സെക്കൻഡറി മാത്രമേ ആ ചെയിൻ ഉള്ളൂവെങ്കിൽ നാം അതിന് കൊടുക്കുന്ന പേരാണ് നോർമൽ സ്മാൾ ലെറ്റർ എൻ. ഇനി 3 കാർബണാറ്റം അടങ്ങുന്ന ആൽക്കൈൽ റാഡിക്കൽ. ആൽക്കൈൻ ഏതാണ്? പ്രൊപ്പെയിൻ. ഏതാകുന്നു? പ്രൊപ്പെയിൻ. അപ്പൊ ഇവിടെ CS3 എന്ന് വരണം. ഇവിടെ CS3 ഉണ്ടോ? ഇല്ല. CS2 എന്നേ. അപ്പൊ ഇത് പ്രൊപ്പെയിൻ ആണോ? അല്ല. അപ്പോൾ പിന്നെ എന്ത് പേര് കൊടുക്കാം? പ്രൊപ്പൈൽ എന്ന് കൊടുക്കാം. അപ്പോൾ N പ്രൊപ്പൈൽ 1 ഹാലജൻ ആറ്റം അയോഡിൻ അല്ലേ? അപ്പോൾ നാം അതിന് അയോഡൈഡ് എന്ന് കൊടുക്കും. എന്ത് കൊടുക്കും? അയോഡൈഡ് എന്ന് കൊടുക്കുന്നു. N പ്രൊപ്പൈൽ അയോഡൈഡ് എന്താകുന്നു? നോർമൽ. പ്രൈമറി സെക്കൻഡറി മാത്രമുള്ളത് കൊണ്ട് നോർമൽ. അതിന്റെ ആദ്യത്തെ ലെറ്റർ N, അതും സ്മാൾ ലെറ്റർ ആയിരിക്കണം. സ്മാൾ n ആയിരിക്കണം. ക്യാപിറ്റൽ n ആണത് തെറ്റാണ്. നമ്മൾ ഇനി വരുന്ന അടുത്ത ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നൈട്രജൻ ആറ്റത്തിൽ ബന്ധിച്ച എന്ന അർത്ഥം കിട്ടാനാണ് ക്യാപിറ്റൽ N ഉപയോഗിക്കുന്നത്. ഇവിടെ നൈട്രജൻ ആറ്റം ഒന്നുമില്ല. അതുകൊണ്ട് നോർമൽ നമ്മൾ എന്തെടുക്കുന്നു? സ്മാൾ ലെറ്റർ n എടുക്കുന്നു. N പ്രൊപ്പൈൽ അയോഡൈഡ്. അയോഡിൻ ബന്ധിച്ചിട്ടുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ സംഖ്യ നൽകണം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇത്തരം ഗ്രൂപ്പുകളെല്ലാം സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയും. OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. ഇങ്ങനെയുള്ള ഹാലജൻ ആറ്റങ്ങൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇവയെല്ലാം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, പുറത്തു നിന്ന് വന്ന് ഹൈഡ്രോ കാർബണുകളിൽ വന്ന് ബന്ധിക്കുന്ന സബ്സ്റ്റിറ്റ്യൂന്റുകളാകുന്നു. ഇത്തരം സബ്സ്റ്റിറ്റ്യൂന്റുകൾക്ക് അവ ബന്ധിച്ചിട്ടുള്ള കാർബൺ ആറ്റം മിനിമം നമ്പർ, എണ്ണൽ സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? എണ്ണൽ സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ 1. അതുകൊണ്ട് അയോഡിൻ ബന്ധിച്ച കാർബണിന്, ഹാലജൻ ബന്ധിച്ച കാർബണിന് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1 കൊടുത്തു. അടുത്തതിനൊക്കെ നമുക്ക് 2, 3 എന്നിങ്ങനെ കൊടുക്കാം. 1ാം കാർബൺ ആറ്റത്തിലാണ് അയോഡിൻ എന്ന് സ്പെസിഫൈ ചെയ്യുവാൻ 1 എന്ന് എഴുതിയിട്ടൊരു ഹൈഫൻ കൊടുക്കുക. ആരാണ് 1ാമത്തെ കാർബണിൽ വന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ പേര് കൊടുക്കണം. അയോഡോ എന്നാണ് കൊടുക്കേണ്ട, കാരണം ഹാലോ ആൽക്കൈൻ എന്നാണ് IUPAC. അപ്പോൾ അയോഡോ. 3 കാർബൺ ആറ്റത്തിന്റെ റൂട്ട് വേർഡ് പ്രൊപ്പ്.
അത്തരം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നിലകൊള്ളുന്ന ബോണ്ട് സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ഉൾപ്പെടുന്ന ഹൈഡ്രോ കാർബൺ ആൽക്കൈൻ. അതുകൊണ്ട് ആൽക്കൈന്റെ AN ഇവിടെ സഫിക്സ് ആയി ചേർത്തു. 1 അയോഡോ പ്രൊപ്പൈൻ എന്നാകുന്നു ഇതിന്റെ IUPACD. ഇനി നമുക്ക് എന്തിലേക്ക് പോകാം? സെക്കൻഡറി വിഭാഗത്തിലേക്ക് പോകാം. സെക്കൻഡറി വിഭാഗത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ അയോഡിനെ ഇവിടുന്ന് അങ്ങ് റിമൂവ് ചെയ്യുന്നു. അവിടുന്ന് ഇളക്കി ഈ മിഡിൽ കാർബൺ ആറ്റം ഉണ്ടല്ലോ, എവിടെയാണ്? ഏതാണ് ഇതിലെ മിഡിൽ കാർബൺ ആറ്റം? CS2. അതിലേക്ക് ബന്ധിക്കണമെങ്കിൽ ഇവിടെ കറക്റ്റ് 4 വാലൻസി ഉണ്ട്. 1 റൈറ്റ് സൈഡ്, 1 ലെഫ്റ്റ് സൈഡ്, രണ്ടെണ്ണമായി. മറ്റ് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ എടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും 4 വാലൻസി കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് എനിക്ക് ഈ അയഡിനെ കൊണ്ടുവന്ന് ബന്ധിക്കാൻ ബുദ്ധിമുട്ടല്ലേ? കാരണം എത്ര വാലൻസി ആയി പോകും? 5 വാലൻസി ആയി പോകും. എത്ര വാലൻസി കാർബണിന് പറ്റും? 4 വാലൻസി വരെ പറ്റും. ഇക്കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ഒന്നിനെ അങ്ങ് റിമൂവ് ചെയ്യുന്നു. അതിലേക്ക് ഞാൻ ആ അയഡിനെ ബന്ധിച്ചു. ഇവിടെ റിമൂവ് ചെയ്ത ഹൈഡ്രജൻ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. ഇവിടുത്തെ വാലൻസി നോക്കാൻ 2ഉം 1ഉം 3. അപ്പൊ 3 പറ്റൂലല്ലോ, 4 വേണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഇളക്കിയ ഹൈഡ്രജനെ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ? ഈ കോമ്പൗണ്ട് മറ്റൊരു വിഭാഗത്തിലേക്ക് മാറി, പ്രൈമറി അല്ല. അപ്പൊ എന്താകാം? സെക്കൻഡറി ഹാലോ ആൽക്കൈൻ ആകാം. എന്തുകൊണ്ട് അതിനെ സെക്കൻഡറി എന്ന് വിശേഷിപ്പിക്കുന്നു? അയോഡിൻ അഥവാ ഹാലജൻ സെക്കൻഡറി കാർബൺ ആറ്റത്തിൽ ബന്ധിച്ചിരിക്കുന്നു. ഇത് സെക്കൻഡറി അല്ലേ? എന്തുകൊണ്ട്? ഇടവും വലവും മറ്റു 2 കാർബൺ ആറ്റങ്ങൾ വരുന്നു. ഒരു കാർബണിന് മറ്റ് 2 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് അറ്റാച്ച്മെന്റ് എങ്കിൽ നാം അതിന് സെക്കൻഡറി എന്ന് പറയും. അപ്പോൾ ഇത് സെക്കൻഡറി കാർബൺ തന്നെയാണ്. വാട്ട് അബൌട്ട് അതർ 2 കാർബൺ ആറ്റംസ്? ദേ ആർ പ്രൈമറി. അപ്പോൾ അവ പ്രൈമറി ആകുന്നു. സെക്കൻഡറി കാർബൺ ആറ്റത്തിലാണല്ലോ ആയിരുന്നത്. അപ്പൊ ഇത് ഏത് വിഭാഗം വരും? സെക്കൻഡറി ഹാലോ ആൽക്കൈൻ. ഇവിടെ നാം കോമൺ നെയിമിൽ പറയുമ്പോൾ സെക്കൻഡറി കാർബൺ ആറ്റത്തിൽ അയഡിൻ വന്നതിനാൽ ആ സെക്കൻഡറി എന്ന ടേമിനെ എടുക്കണം. എങ്കിലേ അവ കഴിഞ്ഞ നോർമൽ എന്ന വിഭാഗത്തിൽ നിന്നും ഇതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം പ്രൊപ്പൈൽ അയഡൈഡാണ്. അപ്പൊ ചോദ്യം വരും, ഏത് പ്രൊപ്പൈൽ അയഡൈഡ്? എൻ പ്രൊപ്പൈൽ അയഡൈഡ് ആണോ, നോർമൽ പ്രൊപ്പൈൽ അയഡൈഡ് ആണോ, സെക്കൻഡറി പ്രൊപ്പൈൽ അയഡൈഡ് ആണോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡറി കാർബണിൽ ബന്ധിച്ചതാണ് പ്രൊപ്പൈൽ. സെക്കൻഡറി പ്രൊപ്പൈൽ എന്താകുന്നു? അയോഡൈഡ്. സെക്കൻഡറി പ്രൊപ്പൈൽ അയോഡൈഡ്. ഇനി ഇതിന്റെ IUPAC നോക്കാം. അയോഡിൻ ബന്ധിച്ചിട്ടുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ എണ്ണസംഖ്യ കിട്ടത്തക്ക വിധത്തിൽ കാർബൺ ശൃംഖലയിൽ ഇടത്തുനിന്ന് വലത്തോട്ടോ വലത്തുനിന്ന് ഇടത്തോട്ടോ സംഖ്യകൾ നൽകുക. അയഡിൻ ബന്ധിച്ച കാർബൺ ഞാൻ നോക്കുന്നു, ഇതാണ് അല്ലെ? അത് ബന്ധിച്ച കാർബൺ എന്താകും? ഇതിന് ഏറ്റവും ചെറിയ എണ്ണസംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ 1 ഇട്ട് കൊടുത്ത് 1 2 എടുത്താൽ ഇയാൾ ഔട്ട് ആകും. ചെയിൻ മുറിഞ്ഞു പോകും. ചെയിൻ മുറിയരുത്. പേരന്റ് ചെയിൻ നീളമുള്ള ചെയിൻ ആയിരിക്കണം. അപ്പോൾ പിന്നെ മിനിമം നമ്പർ 1 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാവുന്നത് 2 ആണ്. ഇക്കാരണത്താൽ നമുക്ക് ഇയാൾക്ക് 1 കൊടുത്തുകൊണ്ട് 2 3 അല്ലെങ്കിൽ തിരിച്ചും എടുക്കാം. എങ്ങനെ എടുത്താലും അയഡിൻ ബന്ധിച്ച കാർബണിന് 2 എന്ന സംഖ്യ. ഇങ്ങോട്ടേക്കാണെങ്കിൽ 1 2 3, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലും എന്ത് തന്നെയാണ് ഇതിന്? 1 2 3. അപ്പൊ മിനിമം നമ്പർ. ഹാലജൻ ബന്ധിച്ചിട്ടുള്ള കാർബൺ ആറ്റത്തിന് പേരന്റ് ചെയിനിൽ മിനിമം നമ്പർ കിട്ടത്തക്ക വിധത്തിൽ ഇടത്തു നിന്ന് വലത്തോട്ടോ വലത്തു നിന്ന് ഇടത്തോട്ടോ സംഖ്യകൾ നൽകുക. അപ്പോൾ ഇവിടെ സംഖ്യ നൽകിയപ്പോൾ 2ാം കാർബൺ ആറ്റത്തിൽ അയഡിൻ വന്നു. ഇനി IUPAC പേര് കൊടുക്കുമ്പോൾ 2 എന്ന സംഖ്യ കൂടെ എടുക്കുക, ഒരു ഹൈഫൻ കൊടുക്കുക. അയോഡോ 2 അയോഡോ
3 കാർബൺ ആറ്റം ഉള്ളതിന് റൂട്ട് വേർഡ് പ്രൊപ്പ്, ഇടയ്ക്കൊക്കെ സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് പ്രൊപ്പൈൻ. 2 അയോഡോ പ്രൊപ്പൈൻ എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി പ്രൊപ്പൈൽ അയോഡൈഡ് അതിന്റെ IUPAC നെയിം എടുത്ത് 2 അയോഡോ പ്രൊപ്പൈൻ. സെക്കൻഡറി പ്രൊപ്പൈൽ അയോഡൈഡിന് മറ്റൊരു പേര് കൂടി കൊടുക്കാറുണ്ട്, ഐസോപ്രൊപ്പൈൽ എന്ന് കൂടി പറയും. ഈ പ്രൊപ്പൈൽ വിഭാഗത്തിനെ പറയുകയുള്ളൂ, നമ്മൾ അടുത്ത പഠിച്ചു വരുമ്പോൾ കാര്യം മനസ്സിലാകും. ഐസോ മറ്റ് കോമ്പൗണ്ടുകൾ വരുമ്പോൾ സെക്കൻഡറി ഐസോയും 2 ആയിരിക്കും. ഇവിടെ പ്രൊപ്പൈലിന് മാത്രം നമ്മൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു. പ്രൊപ്പൈലിൽ മാക്സിമം 3 കാർബൺ ആറ്റമേ ഉള്ളൂ. 4 കാർബൺ ആറ്റം വരുമ്പോൾ അവിടെ സെക്കൻഡറി വരും, അല്ലാതെ ഐസോ പൊസിഷനും വരുന്നുണ്ട്. അടുത്ത എക്സാമ്പിളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് എന്ത് ഹാലോ ആൽക്കൈൻ ആകുന്നു? സെക്കൻഡറി ഹാലോ ആൽക്കൈൻ ആകുന്നു. ഇതിന്റെയും ജനറൽ ഫോർമുല എന്ത് തന്നെ? CnH2n+1 X എന്നാകുന്നു. കാരണം ഹൈഡ്രജൻ 1 മാത്രമേ ഇളകി മാറുന്നുള്ളൂ. അത് കാർബൺ ആറ്റങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർബൺ ആറ്റം ഉണ്ട്. കഴിഞ്ഞതിൽ ടെർമിനൽ കാർബൺ ആറ്റത്തിൽ നിന്നും ഹൈഡ്രജനെ ഇളക്കി മാറ്റിയെങ്കിൽ ഇവിടെ നമ്മൾ മിഡിൽ കാർബൺ ആറ്റത്തിൽ നിന്നും ഹൈഡ്രജനെ ഇളക്കി മാറ്റുന്നു. എങ്ങനെ പോയാലും ഒരേ ഒരു ഹൈഡ്രജനെ കുറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജനറൽ എക്സ്പ്രഷൻ പ്രൈമറിക്കും സെക്കൻഡറിക്കും ഒന്ന് തന്നെയാണ്. പ്രൈമറി ഹാലോ ആൽക്കൈൻ, സെക്കൻഡറി ഹാലോ ആൽക്കൈൻ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 4 കാർബൺ ആറ്റങ്ങളാണ് വരുന്നതെങ്കിൽ CS3 CH2 CH2 Br, CS3 CH2 CH Br CS3 CS3 CH CS3 CS2 Br. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 4 കാർബൺ 1 2 3 4 1 2 3 4 1 2 3 4 3 അപ്പോൾ 4 കാർബൺ ആറ്റങ്ങളാണ് എല്ലാത്തിലും ബ്രോമിൻ ബ്രോമിൻ ബ്രോമിൻ, ഓരോ ബ്രോമിൻ ആറ്റവും. ആദ്യത്തെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രോമിൻ ഏത് തരം കാർബൺ ആറ്റത്തിൽ, അതേത് വിഭാഗം. ബ്രോമിൻ ബന്ധിച്ചിരിക്കുന്നത് പ്രൈമറി കാർബൺ ആറ്റത്തിൽ. കാരണം തൊട്ടടുത്തൊരു കാർബണുമായിട്ട് ഈ കാർബണിന് ബന്ധമുള്ളൂ, അതിലാണ് ബ്രോമിൻ. അപ്പോൾ പ്രൈമറി കാർബൺ ആറ്റത്തിൽ ബന്ധിച്ചിരിക്കുന്നതിനാൽ ഇത് പ്രൈമറി ഹാലോ ആൽക്കൈൻ ആണ്. അടുത്ത പ്രത്യേകത, ഹാലജൻ ബന്ധിച്ചിട്ടുള്ള ചെയിന്റെ പ്രത്യേകത സ്ട്രെയിറ്റ് ചെയിൻ ആണ്, ശാഖയൊന്നുമില്ല. ബ്രാഞ്ചസ്, നോ ബ്രാഞ്ചസ്. അതായത് ആ സ്ട്രെയിറ്റ് ചെയിനിൽ പ്രൈമറി സെക്കൻഡറി കാർബൺ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രൈമറി സെക്കൻഡറി കാർബൺ ആറ്റങ്ങൾ മാത്രമുള്ള പേരന്റ് ചെയിൻ ആണെങ്കിൽ നാം അതിന് നോർമൽ എന്ന് വിശേഷിപ്പിക്കും. N 4 കാർബൺ ആറ്റം വരുന്ന ആൽക്കൈൽ വിഭാഗമാണ് ബ്യൂട്ടൈൽ, BUTYL. ബ്യൂട്ടൈൽ അതിൽ ബ്രോമിൻ ബന്ധിച്ചിരിക്കുന്നു, ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്താകുന്നു? N ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്നാകുന്നു അതിന്റെ കോമൺ നെയിം. നോർമൽ ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന വിഭാഗത്തിൽ. ഇനി അതിന്റെ IUPAC നെയിം നോക്കുമ്പോൾ ബ്രോമിൻ ബന്ധിച്ചിട്ടുള്ള കാർബൺ ആറ്റത്തിന് ചെറിയ സംഖ്യ കിട്ടണം, മിനിമം നമ്പർ കിട്ടത്തക്ക വിധത്തിൽ നാം സംഖ്യകൾ നൽകുക. ദാറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് നമ്പറിംഗ്. ഇവിടെ ബ്രോമിൻ ബന്ധിച്ചിട്ടുള്ള കാർബൺ ആദ്യ കാർബൺ ആറ്റമാണല്ലോ. ആ കാർബൺ ആറ്റത്തിന് ഞാൻ 1 എന്ന സംഖ്യ നൽകുന്നു. തൊട്ട് അടുത്തുള്ള മറ്റ് അഡ്ജസന്റ് കാർബൺ ആറ്റങ്ങൾക്ക് 2 3 4 എന്നിങ്ങനെ നൽകുന്നു. അപ്പോൾ 1ാം കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ വന്നു, അതിനാൽ 1 എഴുതി ഹൈഫൺ കൊടുത്തു. 1 ബ്രോമോ. 4 കാർബൺ ആറ്റങ്ങൾ ഉള്ളതാണ്, അതുകൊണ്ട് റൂട്ട് വേർഡ് ബ്യൂട്ട്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം അഥവാ സിംഗിൾ ബോണ്ട് ആണ്. ആയതിനാൽ ആൽക്കൈന്റെ ANE എന്ന സഫിക്സ് ആണ് നാം അവിടെ എടുക്കേണ്ടത്. അപ്പോൾ N ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്ന് അതിന്റെ കോമൺ നെയിം. എന്നാൽ IUPAC നെയിമിൽ പറയുമ്പോൾ 1 ബ്രോമോ ബ്യൂട്ടൈൻ എന്നാകും. രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ബ്രോമിൻ ബന്ധിച്ചിട്ടുള്ള കാർബൺ സെക്കൻഡറി കാർബൺ ആറ്റമാണ്.
അപ്പൊ സെക്കൻഡറി കാർബൺ ആറ്റത്തിൽ വരികയാണെങ്കിൽ നാം അതിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? സെക്ക് എന്നങ്ങോട്ട് ആദ്യം എഴുതണം. കാരണം സെക്കൻഡറിയുടെ നൊട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് സെക് എന്ന് എഴുതുന്നത്. SEC സെക്ക് എന്ന് കൊടുത്തിട്ട് 4 കാർബന്റെ റാഡിക്കൽ നെയിം ബ്യൂട്ടൈൽ, സെക്കൻഡറി ബ്യൂട്ടൈൽ, ബ്രോമിൻ അടങ്ങിയ ആ കോമ്പൗണ്ട് ബ്രോമൈഡ് എന്ത് ചെയ്യും? Therefore we can say the common name is a secondary butyl bromide എന്നാവും. ഇനി ഇതിന് നമ്പർ നൽകുമ്പോൾ ബ്രോമിൻ ബന്ധിച്ച കാർബൺ ആറ്റത്തിന് മിനിമം നമ്പർ കിട്ടത്തക്ക വിധത്തിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ നമ്പർ നൽകണം എന്നല്ലേ? അപ്പോൾ നമുക്ക് എങ്ങോട്ട് കൊടുക്കാമെന്ന് തീരുമാനിക്കുക. ബ്രോമിൻ ബന്ധിച്ചിട്ടുള്ള കാർബണിന് ചെറിയ സംഖ്യ കിട്ടണമെങ്കിൽ ആ ദിശയിൽ നിന്നും ഇങ്ങോട്ടേക്ക്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൗണ്ട് ചെയ്ത് വരണം. 1 2 3 4. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഈ രണ്ടാമത്തെ കാർബണിലാണ് ബ്രോമിൻ. മറിച്ച് തിരിച്ച് ആ ദിശയിലേക്കാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ 1 2 3 ഹയർ നമ്പർ ആയി. 2 ആണോ മിനിമം? 3 ആണോ? 2 ഈസ് മിനിമം. അതിനാൽ നമുക്ക് നമ്പറിംഗ് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. 1 2 3 4. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ 2 കൊടുത്തു, ഹൈഫൻ 2 ബ്രോമോ. രണ്ടാം കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ 2 ബ്രോമോ. 4 കാർബൺ ആറ്റങ്ങൾ വന്നു, ബ്യൂട്ടൈൻ. Therefore the compound name in IUPAC is 2-bromo-butane. അടുത്ത കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഇതിൽ പ്രൈമറി കാർബൺ ആറ്റത്തിൽ തന്നെയാണ് ബ്രോമിൻ. ഇത് പ്രൈമറി ആകുന്നു, തൊട്ടിപ്പുറത്തെ കാർബണുമായിട്ട് ബന്ധമുള്ളൂ. പക്ഷെ ഇവ തമ്മിലാണ് ബന്ധം, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് പ്രൈമറി എന്നല്ലേ? പ്രൈമറി ബന്ധിച്ചിരിക്കുന്നതിന് പ്രൈമറി ഹാലോ ആൽക്കൈൻ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിൽ ഒരു ടെർഷറി കാർബൺ ആറ്റം ഉണ്ട്. What do you mean by tertiary? ഒരു കാർബൺ ആറ്റത്തിന് ഒരേ സമയം മറ്റു 3 കാർബൺ ആറ്റങ്ങളുമായി അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നു. A carbon whose 3 valency is satisfied by 3 other carbon atoms is known as tertiary. ഒരു കാർബൺ ആറ്റം അതിന്റെ 3 സംയോജകതകളിൽ വാലൻസികളിൽ മറ്റു 3 കാർബൺ ആറ്റങ്ങൾ ബന്ധിപ്പിച്ചു എന്നാൽ ആ കാർബൺ ആറ്റത്തെ ടെർഷറി കാർബൺ എന്ന് വിശേഷിപ്പിക്കും. Therefore a carbon atom whose 3 valencies are satisfied by other 3 carbon atoms is known as tertiary. അപ്പോൾ ഇത് ടെർഷറി അല്ലേ? മറ്റു 3 കാർബൺ ആറ്റങ്ങൾ കാണുന്നില്ലേ? അതായത് ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ 1, അതുപോലെ താഴേക്ക് ഒരെണ്ണം ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ 3 എണ്ണമായില്ലേ? 1 2 3. അപ്പോൾ ടെർഷറി ആകുന്നു. ഒരു കാർബൺ ശൃംഖലയിൽ, കാർബൺ ചെയിനിൽ ടെർഷറി കാർബൺ ആറ്റങ്ങൾ വന്നാൽ നാം അതിന് കൊടുക്കുന്ന പേര് ഐസോ എന്ന് കൊടുക്കും. കഴിഞ്ഞ സെക്കൻഡറി പ്രൊപ്പൈല സവിശേഷതയില്ല. അവിടെ ആകെ 3 കാർബൺ ആറ്റങ്ങളേ ഉള്ളൂ. അതിൽ മിഡിൽ കാർബൺ ആറ്റത്തിൽ കൊണ്ടുവന്നാണ് ബ്രോമിൻ ബന്ധിച്ചത്. ആയതിനാൽ നാം അതിനെ സെക്കൻഡറി എന്ന് കൊടുത്തു. കൂടെ മറ്റൊരു പേര് കൂടി കൊടുത്തു, ഐസോ എന്ന് കൊടുത്തു. കാരണം മാക്സിമം 3 കാർബൺ ആറ്റത്തിന്റെ പ്രൊപ്പൈലിന് ഈ ജന്മത്ത് പറ്റും. That means 3 കാർബൺ ആറ്റം പ്രൊപ്പർ. അപ്പോൾ ആ സ്ഥിതിക്ക് മിഡിൽ കാർബൺ ആറ്റത്തിൽ ഒരു വാലൻസി ലൈൻ കൊണ്ടുവന്ന് ഹാലൈൻ ബന്ധിച്ചാൽ ഏതാണ്ട് അതിന് ഐസോസ്ട്രക്ചറാകാൻ 4 എന്തായാലും കിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരു ഐസോ മോഡിഫിക്കേഷൻ പോലെ നിൽക്കുന്നു എന്നതിനാൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാത്തതിനാൽ നമുക്ക് അതിനെ ഇങ്ങനെ അങ്ങോട്ട് കൺഫസ് ചെയ്യാം. സെക്കൻഡറിയും അതുപോലെ തന്നെ ഐസോയും പ്രൊപ്പൈൽ ഗ്രൂപ്പിനെ സംബന്ധിച്ച് സെയിം ആകുന്നു. ഈ കാരണത്താലാണ് ഞാൻ കഴിഞ്ഞ കോമ്പൗണ്ടിൽ സെക്കൻഡറി പ്രൊപ്പൈൽ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഐസോ പ്രൊപ്പൈൽ എന്ന് കൂടി വിശേഷിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സെക്കൻഡറി ബ്യൂട്ടൈലിന്റെ നേച്ചർ വേറെ, ഐസോ ബ്യൂട്ടൈലിന്റെ നേച്ചർ വേറെ. ഇക്കാരണത്താൽ ഐസോ ബ്യൂട്ടൈൽ എന്താണ്? ബ്രോമിനല്ലേ? ഐസോ ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്ന് കൊടുത്തു. ഐസോ ബ്യൂട്ടൈൽ ബ്രോമൈഡിന്റെ IUPAC നെയിം നമുക്കൊന്ന് നോക്കാം. ബ്രോമിൻ ബന്ധിച്ച കാർബൺ ആറ്റത്തിന് മിനിമം നമ്പർ കൊടുക്കണം. അങ്ങനെ കൊടുത്ത ശേഷം അതിന്റെ നീളമുള്ള ചെയിനിലേ കൊടുക്കാവൂ. ചെയിനുകൾ 2 തരത്തിലുണ്ട് ഇവിടെ. ഒന്ന്, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ എടുക്കാം. അതായത് ഡയറക്ഷൻ ഞാൻ ആരോ മാർക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാം. അടുത്തതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാം. അപ്പോൾ 3 തരത്തിലുള്ള കാർബൺ ചെയിൻ നമുക്ക് കാണാൻ കഴിയും.
എയ്തർ ഇൻ സ്ട്രെയിറ്റ് വേ ഫോം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബെൻഡ് രീതിയിൽ 3 കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചെയിൻ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ ദിശയിൽ കൊടുക്കാം. ഇതിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പേരന്റ് ചെയിൻ എന്ന് വെച്ചാൽ ഏത് ചെയിനിലാണോ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉള്ളതും ഏതിലാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് അഥവാ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉള്ളതും അതിനെ മാത്രമേ നമുക്ക് മാതൃശൃംഖല അഥവാ പേരന്റ് ചെയിൻ എന്ന് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നീളമുള്ള ചെയിൻ ആകണം, അതായത് കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾക്കൊള്ളണം. അതേ ചെയിനിൽ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പോ സബ്സ്റ്റിറ്റ്യൂവന്റോ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഈ ചെയിൻ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അഥവാ സബ്സ്റ്റിറ്റ്യൂവന്റ് ഇല്ല. എങ്കിൽ അടുത്തത് പരിഗണിച്ചുകൂടെ? തീർച്ചയായും. എന്തുകൊണ്ടാ? ആ ചെയിനിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയ ബ്രോമിൻ ഉണ്ട്. എന്തുണ്ട്? സബ്സ്റ്റിറ്റ്യൂവന്റ് ആയ ബ്രോമിൻ സ്ഥിതി ചെയ്യുന്നു. സാർ എന്തുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ചെയിൻ എടുത്തുകൂടാ? സാർ ആദ്യം എഴുതിയിരിക്കുന്ന ആ സ്ട്രെയിറ്റ് ചെയിൻ എടുത്താൽ പോരെ? ശരിയാണ്, ആ സ്ട്രെയിറ്റ് ചെയിൻ എടുത്താലും കറക്റ്റ് തന്നെയാണ്. കാരണം അതിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂവന്റും വരുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് താല്പര്യം? സ്ട്രെയിറ്റ് ചെയിൻ നിങ്ങൾ എടുക്കുന്നതാണ് അല്ലേ? വളവും തിരിവൊന്നും ഇഷ്ടമല്ല. നേരെ വാ നേരെ പോ. ഓക്കെ, വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദിസ്. അതിന് നമുക്ക് പേരന്റ് ചെയിൻ ആയിട്ട് എടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്പർ നൽകണ്ടേ? സിസ്റ്റം ഓഫ് നമ്പറിംഗ് എങ്ങനെയാണ്? മിനിമം നമ്പർ റൂൾ. അപ്പോൾ ബ്രോമിൻ ബന്ധിച്ച ആദ്യ കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ എണ്ണസംഖ്യയായ 1, അടുത്തത് 2, അതിനടുത്തത് 3. അപ്പോൾ 1, 2, 3 എന്നിങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് നമ്മൾ അതിന് നമ്പർ നൽകി. ഇനി നമുക്ക് അതിന്റെ പേര് നൽകണം. പേര് നൽകുമ്പോൾ ഒന്നാം കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ, ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ആരാണ് വന്നിരിക്കുന്നത്? ബ്രോമിൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ബ്രോമോ എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ബ്രോമിന് 1 കൊടുത്തു, നമ്മൾ പേര് പറഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി ഇവിടെ ഉണ്ട്. അയാൾ നമുക്ക് കളയാൻ പറ്റുമോ? പറ്റില്ല, കോമ്പൗണ്ട് അല്ലാതായി പോകും. ഈ കോമ്പൗണ്ട് അല്ലാതായി പോകും. അപ്പോൾ അയാൾ ആരാണ്? രണ്ടാം കാർബൺ ആറ്റത്തിൽ മീഥൈൽ. അപ്പോൾ 2-ൽ മീഥൈലുണ്ട്, 1-ൽ ബ്രോമിൻ ഉണ്ട്. ഇവരെ നമുക്ക് പേര് നൽകുമ്പോൾ ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടാകും. ബ്രോമിൻ പറയും ഐ വാണ്ട് ടു സേ മൈ നെയിം ഫസ്റ്റ്. ബ്രോമിൻ പറയുന്നതാണ് എന്റെ പേര് ആദ്യം പറയണം. അപ്പോൾ മീഥൈലും തർക്കിക്കില്ലേ? വൈ കാന്റ് യു സേ മൈ നെയിം ഫസ്റ്റ്? എന്തുകൊണ്ട് എന്റെ പേര് ആദ്യം പറഞ്ഞുകൂടാ? ഇത്തരം ഒരു കോൺഫ്ലിക്ഷൻ വഴക്കില്ലാതാക്കാൻ ഒരു നിയമം നമുക്ക് കൊണ്ടുവരാം. നിയമം എപ്പോഴും തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ലേ? ശരി, എന്താകാം നിയമം? ആൽഫബറ്റിക്കൽ ഓർഡർ, അക്ഷരമാല ക്രമം അനുസരിച്ചാണെങ്കിൽ ബ്രോമിന്റെ സ്റ്റാർട്ടിംഗ് ആൽഫബറ്റ് ബി അല്ലേ? മീഥൈലിന്റെ സ്റ്റാർട്ടിംഗ് ആൽഫബറ്റ് എം അല്ലേ? അപ്പൊ ബി ആണ് ആദ്യം പറയേണ്ടത്. കാരണം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം. അപ്പൊ ബ്രോമിൻ ആദ്യം പറയണം. അപ്പൊ ബ്രോമിന്റെ പേര് നമുക്ക് ആദ്യം പറഞ്ഞെഴുതാം. അതായത് ഒന്നാം കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ 1 ബ്രോമോ, 1 ഹൈഫൺ ബ്രോമോ, BRO MO ബ്രോമോ. രണ്ടാം കാർബൺ ആറ്റത്തിൽ മീഥൈൽ, 2-ൽ മീഥൈൽ, 2 മീഥൈൽ. ഇനി ആരാണ് ഇവിടെ ഉള്ളത്? 3 കാർബൺ ആറ്റങ്ങളുണ്ട്. 3 കാർബണിന്റെ റൂട്ട് വേർഡ് പ്രൊപ്പൻ ആകുന്നു. റൂട്ട് വേർഡ് ഒക്കെ അറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ. നിങ്ങൾ ക്ലാസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. 1 കാർബൺ മെത്ത്, 2 വന്നാൽ എത്ത്, 3 വന്നാൽ പ്രൊപ്പ്, 4 വന്നാൽ ബ്യൂട്ട്, 5 വന്നാൽ പെന്റ്, 6 വന്നാൽ ഹെക്സ്, 7 വന്നാൽ ഹെക്ട്, 8 വന്നാൽ ഒക്ട്, 9 വന്നാൽ നോൺ, 10 വന്നാൽ ഡെക്ക്, 11 വന്നാൽ അൺഡെക്ക്, ഡൊഡെക്ക്, ട്രൈഡെക്ക്, ടെട്രാഡെക്ക്, പെന്റാഡെക്ക്, ഹെക്സാഡെക്ക്, ഹെപ്റ്റാഡെക്ക്. അതുപോലെ അടുത്തെടുക്കുമ്പോൾ ഒക്ടാഡെക്ക്, നൊണാഡെക്ക്, ഈക്കോസ്. 20 കാർബൺ ആറ്റത്തിന് ഈക്കോസ് എന്ന് കൊടുക്കും. EICOS, ഈക്കോസൈൻ. അപ്പം 20 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കൈൻ. ഇത്തരത്തിൽ റൂട്ട് വേർഡുകൾ വ്യത്യസ്തമാക്കി വെക്കുക. ആ റൂട്ട് വേർഡിന് ശേഷമാണ് നമ്മൾ സഫിക്സ് എന്ന് ചേർക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി സംശയം ചോദിക്കുന്നു, സാർ അപ്പോൾ നമ്മൾ ഈ റൂട്ട് വേർഡിന് മുൻപ് പറയുന്നത് എന്തായിരിക്കും? പ്രിഫിക്സ്. റൂട്ട് വേർഡിന് മുമ്പ് പ്രിഫിക്സ്, റൂട്ട് വേർഡിന് ശേഷം സഫിക്സ്. ബാലചന്ദ്ര മേനോൻ, മേനോൻ എന്ന് പറയുന്നത് സഫിക്സ് ആകും. ഇനി പി ബാലചന്ദ്ര മേനോൻ എന്നാണെങ്കിൽ പി എന്ന് പറയുന്നത് എന്തായി മാറും? പ്രിഫിക്സ് ആയി മാറും. അപ്പോൾ പി ബാലചന്ദ്ര മേനോന്റെ റൂട്ട് വേർഡ് ഏതാണ്? ബാലചന്ദ്രയാകുന്നു.
ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പേര് കൊടുക്കുമ്പോൾ അതിന് പ്രിഫിക്സ് ഉണ്ട്, റൂട്ട് വേർഡ് ഉണ്ട്, സഫിക്സ് ഉണ്ട്. ഇവിടെ 1 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പ് കഴിഞ്ഞ് നമുക്ക് സഫിക്സ് എഴുതാം, ANE എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ് 1 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈൻ എന്നാകുന്നു അതിന്റെ IUPAC നെയും. ഇതെല്ലാം ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഇത് പ്രൈമറിയിലേ വരികയുള്ളൂ. കാരണം ബ്രോമിൻ ബന്ധിച്ചിട്ടുള്ള കാർബൺ ആരാകുന്നു? പ്രൈമറി. നോർമൽ ഐസോ ആൽക്കൈൽ ഹാലൈഡുകൾ എല്ലാം പ്രൈമറി ആകുന്നു. സെക്കൻഡറി ചേർത്താണ് വരുന്നതെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ വരും? സെക്കൻഡറി ഹാലോ ആൽക്കൈൽ വിഭാഗത്തിൽ വരും. നമുക്കിനി ടേർഷറി കൂടി ഒന്ന് പരിചയപ്പെടാം. ഇതിന്റെ തന്നെ ടേർഷറി ഹാലോ ആൽക്കൈൽ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ടേർഷറി എന്ന് കേട്ടപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ടേർഷറി കാർബണാറ്റത്തിലാണ് ഹാലജൻ എങ്കിൽ we can say they are all tertiary haloalkanes. അപ്പോൾ ഇവിടെ CH3 സിംഗിൾ ബോണ്ട് CCS3 റൈറ്റ് സൈഡിലേക്ക് ഒരു CS3 ഗ്രൂപ്പിനെ കൊടുത്തു. അതിൽ ഞാൻ കൊണ്ടുവന്നൊരു ഫ്ലൂറിനെ ബന്ധിച്ചു. ഇതുവരെ നമ്മൾ എക്സാമ്പിൾ ഫ്ലൂറിനെ എടുത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഫ്ലൂറിനെ ഒന്ന് എടുത്തു നോക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയൺ, അല്ലെങ്കിൽ ഫ്ലൂറിൻ പിണങ്ങിയാലോ അല്ലെ? അതുകൊണ്ട് നമുക്ക് ഫ്ലൂറിനെ കൂടി സ്വീകരിക്കാം. ഇവിടെ ഫ്ലൂറിനെ ബന്ധിച്ചു. ഈ ഫ്ലൂറിൻ ബന്ധിച്ചുള്ള കാർബൺ ഒന്ന് നോക്കേ, 3 കാർബൺ ആറ്റങ്ങൾ ചുറ്റും കാണുന്നില്ലേ? ഏതൊക്കെയാ? മുകളിൽ ഒരു കാർബൺ, ഈ സൈഡ് ഒരു കാർബൺ, അടുത്ത സൈഡ് ഒരു കാർബൺ, താഴെ ഫ്ലൂറിൻ. അപ്പോൾ മിഡിൽ കാർബൺ മറ്റു 3 കാർബൺ ആറ്റങ്ങളുമായി ബന്ധമുള്ളതിനാൽ ഞാൻ അതിനെ 3 ഡിഗ്രി അഥവാ ടെർഷറി കാർബൺ എന്ന് കൊടുക്കും. അപ്പോൾ ഇതിന് പേര് കൊടുക്കാം. ടെർഷറി കാർബൺ ആണെങ്കിൽ ടെർഷറി മൊത്തം എഴുതേണ്ട. എന്താണ് ടെർഷറി സ്പെല്ലിംഗ്? TRTIARY. അപ്പൊ ഞാൻ ടെർട്ട് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ടെർഷറി ആരാകുന്നു? അത് ബ്യൂട്ടൈൽ തന്നെയല്ലേ? അപ്പൊ ടെർട്ട് ബ്യൂട്ടൈൽ ഫ്ലൂറൈഡ് FLUORID ടെർഷറി ബ്യൂട്ടൈൽ ഫ്ലൂറൈഡ് എന്നാകുന്നു ഇതിന്റെ കോമൺ നെയിം. അപ്പൊ കോമൺ നെയിമിൽ നമ്മൾ ടെർഷറി ചേർത്തു. ടെർഷറി കാർബൺ ആറ്റത്തിൽ ഹാലജൻ ആകും. എന്നാൽ ഇന്റർനാഷണൽ നെയിം അനുസരിച്ചാണെങ്കിൽ നാം ഫ്ലൂറിൻ ബന്ധിച്ചിട്ടുള്ള കാർബൺ ആറ്റം ഉൾപ്പെടുന്ന ലോങ്സ്റ്റ് ചെയിൻ, ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലോങ് ചെയിൻ, ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഇതാണ്. അത് ഉൾപ്പെടുന്ന ചെയിനുകൾ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നത്, പിന്നെ ഈ ദിശയിൽ, പിന്നീട് ആ ദിശയിൽ. കണ്ടല്ലോ 3 എണ്ണം. നമ്മൾ വളരെ ഒബ്സർവ് ചെയ്ത് പഠിക്കണം. എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, അല്ലെ? ഇതൊക്കെയല്ലേ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ തന്നെ സയന്റിസ്റ്റുകൾക്ക് വേണ്ടത്. സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റിക് നോളജ് ഗെയിൻഡ് ബൈ ഹ്യൂമൻ ഒബ്സർവേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ഇത് കുറയുമ്പോഴാണ് നമ്മൾ സയൻസിൽ പിന്തള്ളപ്പെടുകയും പിന്നെ സയൻസ് മടക്കി വെക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? കീൻ ഒബ്സർവേഷൻ. ബോർഡിലേക്ക് സൂക്ഷിച്ചു നോക്കുക. പറയുന്ന എക്സ്പ്ലനേഷൻ, ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റുകളിലേക്ക് മനസ്സും കണ്ണും അങ്ങോട്ട് കൊടുക്കുക, ഫോക്കസ് ചെയ്യുക. ആ പറയുന്നതിന്റെ യുക്തി എന്നത് ചിന്തിക്കുക. അതിൽ വിശ്വാസ്യത നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ നമ്മൾ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നോളജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഫ്ലൂറിനെ ബന്ധിച്ചുള്ള കാർബൺ ഏതാണ്? മിഡിൽ കാർബൺ. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചെയിനെ ഞാൻ സങ്കല്പിക്കുന്നു. കാണുന്നുണ്ടല്ലോ, കീൻ ഒബ്സർവേഷൻ. അപ്പോൾ അവിടെ ഫ്ലൂറിൻ ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട് അതിനെ എടുത്തുകൂടാ? ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി നീളമുള്ള ചെയിൻ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ. നമ്മുടെ അന്വേഷണമല്ലേ ഇൻവെസ്റ്റിഗേഷൻ. ഒബ്സർവേഷന്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അന്വേഷണം നടത്താൻ പോയത്. ഒബ്സർവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തില്ല? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ ബന്ധിച്ച കാർബൺ ഈ ചെയിൻ എടുത്തു. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് എടുക്കാം. ഈ തരത്തിലെടുക്കാം. കണ്ടല്ലോ, 1 2 3. സാർ രണ്ടും ഒന്നല്ലേ? ശരിയാണ്. അടുത്തത് 1 2 3. അതും ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്താൽ പോരെ? 3 ഒരേപോലെ നമ്പർ. ഫ്ലൂറിൻ 3 ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂന്റ് 3 ചെയിനും ഉണ്ട്, 3 ലോങ്ങസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇഷ്ടമുള്ളത് എടുക്കാം. ഏതെടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം? സ്ട്രെയിറ്റ്. ഓക്കെ, 1 2 3. ഇങ്ങനെ പേരന്റ് ചെയിൻ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പിന് കൊണ്ടുപോയി നമ്പർ ഇടരുത്. ഒരു ദിശയിൽ മാത്രമേ നമുക്ക് ചെയിനെ പരിഗണിക്കാൻ പറ്റൂ. ആ ദിശയിൽ നീളമുള്ളതായിരിക്കണമെന്ന് പറയുകയും ചെയ്തു. പിന്നെ മുകളിലും താഴെയും സൈഡിലും ഒന്ന് കിടക്കുന്നതിന് കൊണ്ടുവന്ന് നമ്പർ ഇടരുത്. അവർക്ക് പറയുന്ന പേര് സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയും.
സൈഡ് ചെയിൻ എന്ന് പറയും. ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് ആരാണ്? ഫ്ലൂറിൻ. സൈഡ് ചെയിൻ ആരാകുന്നു? മീഥൈൽ. ഇവർ തമ്മിൽ വീണ്ടും തർക്കമായി. ഫ്ലൂറിൻ പറയുന്നു എന്റെ പേര് ആദ്യം പറയണം IUPAC. മീഥൈൽ പറയുന്നു എന്റെ പറയണം. അപ്പൊ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ഷൻ ഇല്ലാതാക്കാൻ എന്റെ കുട്ടികൾക്ക് അറിയാമല്ലോ, ഞാൻ കുറച്ചു മുമ്പ് ഞാനൊരു പോംവഴി പറഞ്ഞു തന്നു. എന്തായിരുന്നു അത്? ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് കൊടുക്കുമ്പോൾ മീഥൈൽ എടുക്കുമോ ഫ്ലൂറിൻ എടുക്കുമോ? ആൽഫബറ്റ് അറിയണമല്ലോ, ABCDEF. അപ്പോൾ എന്താ എഫ് കഴിഞ്ഞ് എം വരികയുള്ളൂ. എഫ് അല്ലേ, GHIJKLM പിന്നെ എം വരികയുള്ളൂ. ഇക്കാരണത്താൽ നമുക്ക് ഫ്ലൂറിൻ തന്നെ ആദ്യം എടുക്കാം. രണ്ടാം കാർബണാറ്റത്തിൽ ഫ്ലൂറിൻ 2 ഫ്ലൂറോ, അതേ രണ്ടാം കാർബണാറ്റത്തിൽ തന്നെ 2 മീഥൈൽ, പിന്നീട് അതേ റൂട്ട് വേർഡ് പ്രൊപ്പെന്നാകുന്നു. പ്രൊപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? സഫിക്സ് ആയിട്ട് എ എന്ന് കൊടുക്കാം. So the IUPAC name of this compound is 2 fluoro 2 methyl propane എന്നാകുന്നു. അതിന്റെ കോമൺ നെയിം tertiary butyl fluoride. ഇതിന്റെയും ജനറൽ എക്സ്പ്രഷൻ CnH2n+1 X എന്നാകുന്നു. അപ്പോൾ ഇതും ഏത് വിഭാഗത്തിലേ വരുന്നുള്ളൂ? ഹാലോ ആൽക്കൈൻ. അത് ഏത് വിഭാഗം? അതിന്റെ സബ്ഡിവിഷൻ ചോദിച്ചാൽ ടെർഷറി വിഭാഗം. അപ്പൊ നമ്മൾ 3 തരത്തിൽ പഠിച്ചു കഴിഞ്ഞു: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം, സർ ക്വാട്ടർണറി ഹാലോ ആൽക്കൈൻ ഇല്ലേ? എങ്ങനെ ക്വാട്ടർണറി ഉണ്ടാകും? കാരണം ക്വാട്ടർണറി കാർബൺ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഫ്ലൂറിനെ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റിയിട്ട് അവിടെ ഇതിലെ കാർബണെ ഞാൻ ക്വാട്ടർണറി ആക്കുന്നു. സപ്പോസ് ഞാൻ ഇവിടെ മീഥൈൽ കൊടുത്തു, ഇപ്പോൾ ഇത് ക്വാട്ടർണറി ആയി. എന്തുകൊണ്ട്? ഒരേ സമയം മറ്റ് 4 കാർബൺ ആറ്റങ്ങളുമായി അറ്റാച്ച് ചെയ്യുന്നു. കാർബൺ ആറ്റത്തിന് ആകെ 4 വാലൻസി അല്ലേ ഉള്ളൂ. ഇനി എവിടെ കൊണ്ടുവന്ന് നമ്മൾ ഹാലജൻ ബന്ധിക്കും? ഇത് നമ്മൾ ഹാലജൻ ബന്ധിച്ചാൽ കാർബണിന്റെ വാലൻസി 5 വാലൻസി ആകും, 5 വാലൻസി ആകും. ദാറ്റ് ഈസ് ബ്ലെൻഡർ വാലൻസി. ഫെബ്രുവരി 31 എന്നൊക്കെ പറയുന്നതാണ്. ശരിയല്ലേ? ഫെബ്രുവരി 31 ഉണ്ടോ? ഇല്ല. ഈ കാരണത്താൽ നമുക്ക് 4 കാർബണാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ മിഡിൽ കാർബണാറ്റം ക്വാട്ടർണറിയാണ്. അങ്ങനെ മിഡിൽ കാർബണാറ്റത്തിൽ ചുറ്റും 4 കാർബൺ വന്നാൽ അതിലേക്ക് ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂന്റിനെയോ ഫങ്ഷണൽ ഗ്രൂപ്പിനെയോ അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല. ഇക്കാരണത്താൽ ക്വാട്ടർണറി ക്ലാസിഫൈഡ് ഫോംസ് ഇല്ല, ക്വാട്ടർണറി ഹാലോ ആൽക്കൈൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ പഠിച്ചത്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ക്വാട്ടർണറി ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് 5 കാർബണാറ്റം ഉൾപ്പെടുന്നതിന്റെ പല വിഭാഗങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. CS3 CH2 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 ഏത് ഭാഗം എടുക്കാം? ബ്രോമൈൻ. ഓക്കെ, 1 2 3 4 5. അടുത്ത വിഭാഗം CS3 CS2 CS2 CH Br CS3. അടുത്തത് CS3 സിംഗിൾ ബോണ്ട് CH CS3 CS2 1 2 3 4 5. അവിടെ ഒരു ബ്രോമൈൻ. അതിനടുത്ത് നമുക്ക് എടുക്കുമ്പോൾ CS3 സിംഗിൾ ബോണ്ട് C CS3 CS2 CS3. ഇനി ഒരു വിഭാഗം കൂടി പരിചയപ്പെടാം. CS3 സിംഗിൾ ബോണ്ട് C CS3 CS3 സിംഗിൾ ബോണ്ട് CS2 Br. 5 കാർബണാറ്റം ഉൾപ്പെടുന്ന വിഭാഗമാണല്ലോ പെൻഡൈൻ. പെൻഡൈന്റെ പല ഫോംസ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആദ്യത്തിന്റെ പേര് നോർമൽ പെൻഡൈൽ ബ്രോമൈൻ. പഠിച്ചു കഴിഞ്ഞുകൊണ്ട് എളുപ്പമായി. അല്ലെങ്കിൽ 1 ബ്രോമോ പെൻഡൈൻ എന്നാകുന്നു IUPAC. രണ്ടാമത്തേത് സെക്കൻഡറി പെൻഡൈൽ ബ്രോമൈഡ്. അതിന്റെ IUPAC നെയിം കൊടുത്താൽ ഇങ്ങോട്ടേക്ക് നമ്പർ കൊടുക്കണം, 2 ബ്രോമോ പെൻഡൈൻ. അതിനടുത്ത് എടുക്കുമ്പോൾ ഐസോപെൻഡൈൽ ബ്രോമൈഡ്. കാരണം എന്താ? ടെർഷറി കാർബൺ ഉൾപ്പെടുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ആകും. ടെർഷറി കാർബൺ ഉൾപ്പെടുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്. ആ ടെർഷറിയിൽ ഹാലജൻ ബന്ധിക്കരുത്. ഹാലജൻ ബന്ധിക്കേണ്ടത് അറ്റത്തെ ടെർമിനൽ ഭാഗത്തെ അഗ്രഭാഗത്തെ കാർബണിലായിരിക്കണം. അപ്പൊ അവിടെയാണല്ലോ ബ്രോമിൻ. സോ ഇറ്റ് ഈസ് ഐസോപെൻഡൈൽ ബ്രോമൈഡ്. അടുത്ത എടുക്കുമ്പോൾ
ടെർഷ്യറി കാർബണാറ്റത്തിലാണ് ബന്ധിച്ചിരിക്കുന്നത് ടേർട്ട് പെന്റൈൽ ബ്രോമൈഡ്. എന്ത് പെന്റൈൽ ബ്രോമൈഡ്? ടേർട്ട് പെന്റൈൽ ബ്രോമൈഡ്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്താകാം എന്നായിരിക്കും ചില കുട്ടികൾ ചിന്തിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ചില കുട്ടികൾ, ചിന്താശേഷിയുള്ള കുട്ടികൾ, അതിന്റെ കോമൺ നെയിം അങ്ങനെ ഇട്ടു IUPAC എന്തായിരിക്കും എന്ന് ചിന്തിക്കും. അങ്ങനെ ആകുമ്പോൾ മുന്നോട്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ലാഗ് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് നമുക്കത് നോക്കാം. ഇതിന്റെ IUPAC നെയിം കൂടി പറഞ്ഞു പോകാം. ബ്രോമിൻ ബന്ധിച്ച കാർബണിന് 1, തൊട്ടടുത്ത് 2, 3, 4. ഇനി പേര് പറഞ്ഞോളൂ. 1 ബ്രോമോ 3 മീഥൈൽ ബ്യൂട്ടൈൻ. എങ്ങനെ? 1 ബ്രോമോ, ഒന്നാം കാർബണാറ്റത്തിൽ ബ്രോമിൻ, മൂന്നാം കാർബണാറ്റത്തിൽ മീഥൈൽ, റൂട്ട് വേർഡ് 4 ആണ്, അതായത് ബ്യൂട്ട്, ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ANA. 1 ബ്രോമോ 3 മീഥൈൽ ബ്യൂട്ടൈൻ. അടുത്ത കോമ്പൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ടെർഷ്യറി കാർബണാറ്റം ഉൾപ്പെടുന്നു. ടെർഷ്യറിയിൽ തന്നെയാണ് ബ്രോമിൻ ബന്ധിച്ചത്. അപ്പോൾ ടെർഷ്യറി ഹാലോ ആൽക്കൈൻ ആകുന്നു. ടെർഷ്യറി വന്നാൽ അതിന് പേര് കൊടുക്കുമ്പോൾ ടേർട്ട് പെന്റൈൽ ബ്രോമൈഡ്. 5 കാർബണാറ്റം ഉണ്ട്. മൊത്തം കൂടി എങ്ങനെ എടുക്കണം? കോമൺ നെയിമിൽ. IUPACലാണ് ഇതൊക്കെ ശാഖയായി പോകുന്നത്. അപ്പൊ ടേർട്ട് പെന്റൈൽ ബ്രോമൈഡ് എന്ന് കൊടുത്തിട്ട് ഇനി അതിന് നമ്പർ നൽകുമ്പോൾ ബ്രോമിൻ ബന്ധിച്ച നീളമുള്ള ചെയിൻ ഇതെടുക്കാം, അല്ലെങ്കിൽ ബ്രോമിൻ ബന്ധിച്ച നീളമുള്ള ചെയിൻ ഈ ദിശയിലും എടുക്കാം. ഞാൻ ഇതെടുക്കുന്നു, ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, മിനിമം നമ്പർ കിട്ടാനായിട്ട്. 2 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടൈൻ. 2 ബ്രോമോ 2 മീഥൈൽ 4 കാർബണാറ്റം വന്നതിനാൽ ബ്യൂട്ടൈൻ എന്ന് കൊടുക്കാം. 2 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടൈൻ. അടുത്ത വിഭാഗം നമുക്ക് നോക്കാം. ഇവിടെ ക്വാട്ടർണറി കാർബണാറ്റം ഉണ്ട്. കാർബണിന്റെ 4 വാലൻസിൽ 4 വേറെ 4 കാർബണാറ്റങ്ങൾ. Other 4 carbon atoms. A carbon whose 4 valence is satisfied by other 4 carbon atoms. അങ്ങനെയുള്ള കാർബൺ നമ്മൾ ക്വാട്ടർണറി എന്ന് പറയും. ക്വാട്ടർണറി വന്നാൽ നാം അതിന് എന്ത് പറയും? നിയോ എന്ന് പറയും. ഇതുവരെ ഡിസ്കസ് ചെയ്തതിനകത്ത് നിയോ വന്നില്ല. കാരണം 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നിയോ വരൂ. 5 കാർബൺ ആറ്റം പെന്റൈൻ ഗ്രൂപ്പിലുണ്ട്, പെന്റൈൻ എന്ന ആൽക്കൈൻ വിഭാഗത്തിലുണ്ട്. ഇക്കാരണത്താൽ അവിടെ തൊട്ട് നമുക്ക് നിയോ പിടിച്ചു തുടങ്ങാം. നിയോ 5 കാർബൺ വരുന്നതിനാൽ നിയോപെന്റൈൽ ബ്രോമൈഡ്. നിയോപെന്റൈൽ ബ്രോമൈഡ് എന്നാകുന്നു അതിന്റെ കോമൺ നെയിം. ഇനി നമുക്കതിന്റെ IUPAC എന്താണ് എന്ന് നോക്കാം. IUPAC നെയിം കൊടുക്കണമെങ്കിൽ ബ്രോമിൻ ബന്ധിച്ച കാർബണാറ്റം ഉൾപ്പെടുന്ന ചെയിൻ. ഇവിടെ ഒരുപാട് ചെയിൻ കാണുന്നുണ്ട് അല്ലേ? ഇതൊക്കെ എടുക്കാം. ഒന്നുകിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബ്രോമിൻ ഉൾപ്പെടുന്ന അടുത്ത നീളമുള്ള ചെയിൻ, അതല്ലെങ്കിൽ ഇങ്ങനെ. ഒരിക്കലും CH3 CCH3 ചെയിൻ ആക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഇല്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ പേരന്റ് ചെയിൻ ആകണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ലോങ്സ്റ്റ് ചെയിൻ ആയിരിക്കണം. 2, ആ ചെയിനിൽ സബ്സ്റ്റിറ്റ്യൂവന്റുകളോ ഫങ്ഷണൽ ഗ്രൂപ്പോ ഉണ്ടായിരിക്കണം. അതിനാൽ നമുക്ക് ഒരിക്കലും ഈ ഗ്രൂപ്പിനെയോ പേരന്റ് ചെയിൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. Let us select this is the longest chain, either this one or this one or this one. നിങ്ങൾക്ക് ഏതാ താല്പര്യം? സ്ട്രൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അവിടെ നമ്പർ കൊടുക്കുന്നു 1, 2, 3. IUPAC നെയിം കൊടുക്കുമ്പോൾ ഒന്നാം കാർബണാറ്റത്തിൽ ബ്രോമിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 ബ്രോമോ. ഒന്നാം കാർബണാറ്റത്തിൽ ഇത് വന്നു ബ്രോമിൻ 1 ബ്രോമോ. ഇനി അടുത്ത് നോക്കാം. രണ്ടാം കാർബണാറ്റത്തിൽ ഇവിടെ മുകളിലും താഴെയുമായിട്ട് 2 സൈഡ് ചെയിനുകൾ കാണുന്നു. അതിനെ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്നല്ല പറയേണ്ടത്, സൈഡ് ചെയിൻ. അപ്പൊ 2 സൈഡ് ചെയിനുകൾ കാണുന്നു. കാർബണും ഹൈഡ്രജനും അടങ്ങിയതാണ്. പേരന്റ് ചെയിനിലെല്ലാം കാർബണും ഹൈഡ്രജനും അല്ലേ? അതിനെ പേരന്റ് ചെയിൻ എന്ന് പറയും. എന്നാൽ സൈഡ് ചെയിനിലും അതുപോലെ കാർബണും ഹൈഡ്രജനും ഉണ്ട്, പക്ഷെ അത് ചെറുതാണ്. അപ്പോൾ പേരന്റ് ചെയിന്റെ ശാഖയായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. നീളമുള്ള ചെയിൻ പേരന്റ് ചെയിൻ എങ്കിൽ ഈ സൈഡിൽ കാണുന്നതെല്ലാം ഡോട്ടർ ചെയിൻ എന്നോ സൺ ചെയിൻ എന്നോ സൈഡ് ചെയിൻ എന്നോ പറയാം. ഇത് രണ്ടും സൈഡ് ചെയിൻ ആണ്. ആ സൈഡ് ചെയിൻ നമ്മൾ പേര് കൊടുക്കുമ്പോൾ രണ്ടാം കാർബണാറ്റത്തിൽ മീഥൈൽ. അപ്പൊ ഒരു കുട്ടി, സാർ അതേ 2 തന്നെ പിന്നെ ഉണ്ടല്ലോ ഒരു മീഥൈൽ. യെസ്, 2 മീഥൈൽ മുകളിലുണ്ട്, അതേ 2 തന്നെ താഴോട്ട് ഒരു മീഥൈൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 മീഥൈൽ എന്ന് പറയാം. അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമല്ലേ 2 ഒരുമിച്ച് എടുക്കുക, എത്ര മീഥൈൽ എന്ന് പറയുക.
അപ്പൊ 2,2 രണ്ട് മീതയിൽ എന്നതിന് കെമിസ്ട്രിയിൽ നമ്മൾ എന്താ പറയുന്നത്? ഡൈ എന്ന് പറയും. ഇക്കാരണത്താൽ 1 ബ്രോമോ 2 ഡൈ മീഥൈൽ എന്താകുന്നു? 3 കാർബൺ ആറ്റമേ ഉള്ളൂ റൂട്ട് വേഡിൽ. പ്രോപ്പർ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആയതിനാൽ സഫിക്സ് ANE, that is 1 bromo 2 dimethyl propane. Dear my all students, ഇത്രയും പഠിപ്പിച്ചത് നന്നായി മനസ്സിലായി എന്ന് തോന്നുന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ സശ്രദ്ധം നിങ്ങൾ കാണുക, അതിലെ കാര്യങ്ങൾ കുറിച്ചെടുക്കുക. ഇനി ഇതുപോലെ നിങ്ങൾ തിരിച്ചും മറിച്ചും ഇത്തരം കോമ്പൗണ്ടുകൾ വീട്ടിൽ പോയി എന്ത് ചെയ്യണം? എഴുതി ശീലിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി നിങ്ങളോടങ്ങ് ചേരും. തൽഫലമായി തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയെടുക്കുവാനും മറ്റാരുടെയും സഹായമില്ലാതെ പുസ്തകമെടുത്ത് വായിച്ചാൽ ടപ്പാന്ന് ഐഡിയാസ് എല്ലാം കൂടെ മനസ്സിൽ കയറുന്ന ഒരു എഫിഷ്യൻസി നിങ്ങൾക്ക് സെറിബ്രൽ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറയും. നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രവർത്തനക്ഷമത വർദ്ധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തുടർച്ചയായി ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വരികയാണെങ്കിൽ കമന്റ് ബോക്സിൽ കുറിക്കുക, അല്ലെങ്കിൽ എൻ്റെ മെയിലിലേക്ക് നിങ്ങൾ ഡൗട്ട് എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ ആൻസർ നൽകിയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേ ഡിയർ മൈ ഓൾ സ്റ്റുഡൻസ്.